വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ. ഗലീലയിലെ ബെത്സേദായിൽ നിന്നുള്ള ഒരു മുക്കുവനായിരുന്നു ശിമിയോൻ. സഹോദരൻ അന്ത്രയോസുമൊത്ത് മീൻ പിടിക്കുമ്പോഴാണ് തന്നെ അനുഗമിക്കുവാൻ യേശു അവരെ ക്ഷണിക്കുന്നത്. അനുഭവസമ്പന്നരായ മുക്കുവരായിരുന്നെങ്കിലും അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചെങ്കിലും ഒരു ചെറുമീൻ പോലും കിട്ടാതിരുന്ന നിരാശയിൽ യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം വലതുവശത്ത് വലയെറിഞ്ഞപ്പോൾ വല കീറുവോളം മീൻ ലഭിച്ചതോടെ യേശുവിൻ്റെ ദൈവികത്വം അവർ തിരിച്ചറിഞ്ഞു. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് തന്നെ അനുഗമിക്കുവാൻ യേശു പറഞ്ഞതും വലയും വള്ളവും ഉപേക്ഷിച്ച് അവർ അവൻ്റെ കൂടെ കൂടി. അവൻ്റെ നിഷ്കളങ്കമായ വിശ്വാസവും കരുത്തുറ്റ മനസ്സുമൊക്കെയാകാം തൻ്റെ അച്ചക്കണങ്ങളെ നയിക്കുവാൻ യേശു അവനെ തിരഞ്ഞെടുത്തത്. ശിമിയോൻ എന്ന പേരു മാറ്റി പാറ എന്നർത്ഥമുള്ള പത്രോസ് എന്ന പേര് നൽകി. യേശുവിൻ്റെ 3 ശ്രേഷ്ഠ ശിഷ്യരിൽ ഒരുവനായിരുന്നു അവൻ. അന്ത്യനിമിഷത്തിൽ ഏറ്റവും അത്യാവശ്യവേളയിൽ റോമാക്കാരെയും യഹൂദരെയും ഭയന്ന് യേശുവിനെ ഉപേക്ഷിച്ചു പോവുകയും പിന്നീട് വലിയ അനുതാപത്തോടെ യേശുവിലേക്ക് തിരിച്ചു വരികയും ചെയ്തത് റോമൻ ചക്രവർത്തിയായ നീനോറോയുടെ കാലത്ത് തല കീഴായി വധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവത്രേ. ജീവൻ രക്ഷിക്കാൻ റോമിൽ നിന്ന് ഓടിയൊളിക്കാൻ പരിശ്രമിച്ചപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട് അങ്ങ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട്, നീ ഓടിപ്പോകുന്നത് കൊണ്ട് താൻ റോമിലേക്ക് പോയി രണ്ടാമതൊരു കുരിശുമരണം വരിക്കാൻ പോകുകയാണ് എന്ന് കേട്ടതോടെ വീണ്ടും റോമിലേക്ക് തന്നെ തിരിച്ചുപോയി സ്വയം മരണത്തിന് വിട്ടുകൊടുത്തു എന്ന ഒരു ഐതിഹ്യം നിലവിലുണ്ട്. പത്രോസിന്റെ 2 ലേഖനങ്ങൾ കാനോനികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ആദ്യ 11 അധ്യായങ്ങൾ പത്രോസ് ചരിതങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്നുള്ള മുഴുവൻ അധ്യായങ്ങളും ഇന്ന് തിരുനാൾ കൊണ്ടാടുന്ന പൗലോസിന്റെ പ്രവർത്തനങ്ങളുടെയും മിഷൻ യാത്രകളുടെയും സംക്ഷിപ്തമാണ്. ഇവരുടെ സുദൃഢമായ പ്രവർത്തനങ്ങളാണ് സഭയുടെ വ്യാപനത്തിൻ്റെയും കെട്ടുറപ്പിൻ്റെയും കാരണമായി. ആദിമ ക്രൈസ്തവരുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം. പൗലോസ് ഒരു ബെഞ്ചമിൻ ഗോത്രക്കാരനായിരുന്നു. ഒപ്പം റോമൻ പൗരത്വമുണ്ടായിരുന്നു അത്രേ. സാവൂൾ എന്നത് ഹെബ്രായ നാമവും പൗലോസ് എന്നത് റോമൻ നാമവുമായിരുന്നു. പ്രസിദ്ധനായ ഗമാലിയൻ എന്ന ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നിയമവും വേദഗ്രന്ഥങ്ങളും പഠിച്ച് ഒരു യാഥാസ്ഥികനായി. തികഞ്ഞ ഫരിസേയ ചിന്താഗതിക്കാരനായതുകൊണ്ടാണ് യേശുവിനെ അവൻ വെറുത്തതും അവൻ്റെ അനുയായികളെ ഉന്മാലനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചതും. ഏതോ അദൃശ്യശക്തിയാണ് തന്നെ കുതിരപ്പുറത്തു നിന്ന് തള്ളിയിട്ടതെന്ന് തിരിച്ചറിഞ്ഞ സാവൂൾ നീ ആരെന്ന് ചോദിച്ചതും നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന മറുപടിയും അവനെ യേശുവിൻ്റെ അനുയായിയായി മാറ്റി. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിലൊരാളല്ലാഞ്ഞിട്ടും അപ്പസ്തോലനായിട്ടാണ് സഭ അവനെ അംഗീകരിച്ചിട്ടുള്ളത്. അറിവില്ലായ്മയുടെ കാലത്ത് നിന്നുള്ള മോചനം പ്രാപിച്ചപ്പോൾ അവൻ പ്രസംഗിച്ച് നടന്നത് യഹൂദർക്കിടയിലും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. തുടർന്ന് പൗലോസ് ആരായിത്തീർന്നുവെന്ന് വിവരിക്കുന്ന പ്രയാസം മിസ്കിസ്കോ ചിന്തകനോ തത്വജ്ഞാനിയോ ദൈവശാസ്ത്രജ്ഞനോ മിഷനറിയോ അച്ചപ്പാലകനോ അതോ എല്ലാം ഒന്നു ചേർന്നതോ? ഏറെ പ്രശസ്തമായ ഒട്ടേറെ വചനങ്ങളുണ്ടെങ്കിലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വചനം ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ.